Hello everyone, welcome to my channel. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ബക്രീദ്. അപ്പോൾ ഞാൻ ഈ ഒരു ദിവസത്തിൽ റെഡ് ബി കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതിനായിട്ട് ആദ്യം റെഡിയാക്കാൻ പോകുന്നത് ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു അരിപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി, 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, പിന്നെ ഒരു പിഞ്ച് സോൾട്ട്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ ഒരു 2 പിഞ്ച് ബേക്കിംഗ് സോഡ. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് ഒരു 2-3 പ്രാവശ്യം അരിച്ചെടുക്കാം. ഇനി നമ്മളൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു. എന്നിട്ട് അത് നമുക്ക് ആദ്യം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നന്നായി ബീറ്റായി വന്നതിന് ശേഷം അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായി ബീറ്റായി വന്നതിന് ശേഷം അതിലേക്ക് വാനില എസൻസ് കൂടി ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് വീണ്ടും ബീറ്റ് ചെയ്യാം. ഇനി നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് സൺഫ്ലവർ ഓയിലാണ്. അതൊരു 1/2 ടേബിൾ സ്പൂണാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ അതിലേക്ക് മിക്സാക്കി വെച്ച പൊടിയുടെ പകുതി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ ചെറിയ ചൂടുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആദ്യം അതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കത് കേക്ക് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മളിത് ബേക്ക് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ കുക്ക് ചെയ്തെടുക്കാൻ പോകുന്നത് വെറും 10 മിനിറ്റ് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ 10 മിനിറ്റ് കൊണ്ട് അത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്കുള്ള വാനില സ്പോഞ്ച് കേക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് അരിപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ മൈദപ്പൊടി, പിന്നെ ഒരു പിഞ്ച് സോൾട്ട്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ ഒരു 2 പിഞ്ച് ബേക്കിംഗ് സോഡ. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഒരു 2-3 പ്രാവശ്യം തന്നെ അരിച്ചെടുക്കാം. നന്നായി അരിച്ചതിന് ശേഷം നമുക്കതവിടെ മാറ്റി വെച്ചിട്ട് നേരത്തെ എടുത്തതുപോലെ ഒരു ബൗളിലേക്ക് ഒരു മുട്ട എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി ബീറ്റാക്കിയതിന് ശേഷം അതിലേക്ക് പൊടിച്ച് വെച്ച
ആയിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ അതിലേക്ക് 1/4 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുത്ത് വീണ്ടും നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്ത് വീണ്ടും നന്നായിട്ട് തന്നെ മിക്സ് ആക്കി കൊടുക്കുക. ഇനി നമ്മൾ മറ്റുള്ള സ്പോഞ്ച് കേക്കിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത് ചൂടാക്കിയ പാലാണ്. നമ്മൾ ഇതിലേക്ക് യൂസ് ആക്കാൻ പോകുന്നത് ബട്ടർ മിൽക്കാണ്. അപ്പോൾ അത് നമുക്ക് പാലും വിനെഗറും യൂസ് ചെയ്തിട്ട് റെഡിയാക്കാൻ പറ്റുന്നതാണ്. അത് നമ്മളൊരു ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ട് തന്നെ മിക്സ് ആക്കി നമുക്ക് ബീറ്റർ ഓഫ് ചെയ്യാം. എന്നിട്ട് നേരത്തെ മിക്സ് ആക്കി വെച്ച പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് നമുക്ക് ബാറ്റർ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം. നന്നായി മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ അതിലേക്കൊരു 3 ഡ്രോപ്സ് റെഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം നമുക്കത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഈ കേക്കിലേക്കുള്ള 3 ഫ്ലേവറിലുള്ള കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള വിപ്പിംഗ് ക്രീം റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ബൗൾ എടുത്ത് അതിനടിയിൽ ഞാൻ കുറച്ച് തണുത്ത വെള്ളം വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ മുകളിലുള്ള ബൗളിലേക്ക് 1.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളുടെ ക്രീം റെഡിയായി വരുമ്പോൾ നമുക്ക് ബീറ്റ് ചെയ്യുമ്പോൾ തന്നെ ഒരു റഫ് ഫീലിംഗ് വരും. അപ്പോൾ നമ്മൾ ബീറ്റർ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് കേക്ക് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ അടിയിൽ ആദ്യം കുറച്ച് ക്രീം ആക്കി കൊടുത്തതിന് ശേഷം ഫസ്റ്റ് ലെയർ നമ്മൾ ഇവിടെ ചോക്ലേറ്റ് കേക്കാണ് വെച്ചിട്ടുള്ളത്. ഇനി നമ്മൾ അതിൻ്റെ മുകളിൽ നല്ലവണ്ണം തന്നെ ഷുഗർ സിറപ്പ് സ്പ്രെഡാക്കി കൊടുക്കുക. എല്ലായിടത്തും നല്ലതുപോലെ ഷുഗർ സിറപ്പ് ആക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മുകളിൽ റെഡിയാക്കി വെച്ച വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ കുറച്ച് കാഷ്യൂസ് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അതിൻ്റെ മുകളിൽ വെച്ചിട്ടുള്ളത് റെഡ് വെൽവെറ്റ് കേക്കാണ്. അത് വെച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ വീണ്ടും ക്രീം ആഡ് ചെയ്ത് കൊടുക്കുക. ക്രീം ആഡ് ആക്കി കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച കാഷ്യൂസ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ വാനില കേക്ക് വെച്ച് കൊടുക്കുക. ശേഷം അതിൻ്റെ മുകളിൽ നന്നായി തന്നെ എല്ലായിടത്തേക്കും ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കണം. ഇനി നമ്മൾ കേക്ക് ഫുള്ളായിട്ട് ക്രം കോട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ എല്ലായിടത്തേക്കും ക്രീം ആക്കിയതിന് ശേഷം നമ്മളതൊരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കണം. ശേഷം നമ്മൾ വീണ്ടും അത് ഒന്നുകൂടി ക്രീം സെറ്റാക്കാൻ പോവാണ്. നല്ലതുപോലെ റെഡിയാക്കി എടുത്തതിന് ശേഷം നമുക്കതൊന്ന് ഒരു 3/4 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ ഇനി നമുക്കതിലേക്കുള്ള ഗനാഷ് തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ 1 കപ്പ് മിൽക്കി ബാറാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറും പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ മിൽക്കും ആണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം. ഇനി ഞാൻ ഒരു 4 പീസ് ഡാർക്ക് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് 1 ടീസ്പൂൺ ബട്ടറും പിന്നെ ഒരു 1.5
ടേബിൾ സ്പൂൺ പാലും ചേർത്തിട്ട് അത് നമുക്ക് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച വൈറ്റ് ഗനാഷ് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ മാറ്റി വെച്ചിട്ട് അതിലേക്ക് റെഡ് കളർ ചേർത്ത് കൊടുക്കാം. ഇനി ആദ്യം നമ്മൾ ഈ വൈറ്റ് ഗനാഷ് എല്ലായിടത്തും കേക്ക് ഫുള്ളായിട്ട് തന്നെ കവർ ചെയ്തെടുക്കണം. ശേഷം നമുക്കിതുപോലെ റെഡും ബ്ലാക്കും ഇതുപോലെ എല്ലായിടത്തും സ്പ്രെഡാക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ കേക്ക് ഇന്നലെ ഉണ്ടാക്കി വെച്ചാണ് പെരുന്നാൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇതെല്ലാം റെഡി ആക്കിയതിന് ശേഷം നമ്മൾ ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ കേക്ക് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. പിന്നെ ഇതിനൊരു നല്ല ടേസ്റ്റും തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക.